ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ മലപ്പുറം മീറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പാർട്ടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് മഞ്ചേരിയിലെ ഹിൽട്ടൺ കേക്ക് ആൻഡ് കഫേ അവിടെ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഈ കാണുന്ന എല്ലാം മൊമെൻറ്റോകളാണ്. വന്ന ആളുകൾക്കെല്ലാം മൊമെൻറ്റോ ഉണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിഷാന മാമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരെയും വെൽക്കം ചെയ്തു. പിന്നെ വന്ന ഉടനെ എല്ലാവർക്കും പിന്നെ കുടിക്കാനായിട്ട് നല്ല ജ്യൂസൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ഓരോരുത്തരെ സ്വയം പരിചയപ്പെടുത്തുക, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് ഒരു ടാസ്കിലൂടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാസ്ക് എന്ന് വെച്ചാൽ നമ്മളൊരു ബോൾ വെച്ചിട്ട് പിന്നെ ഇവിടെ കയ്യിലുള്ള ബോൾ കണ്ടല്ലോ, അപ്പൊ ആ ബോൾ വെച്ചിട്ട് ഈ ബോൾ ഓരോരുത്തർക്കും ആരാണോ ഫസ്റ്റ് സംസാരിക്കുന്നത് അവര് ആ ബോളും ആർക്കെങ്കിലും കൈമാറുക. പിന്നെ എന്നിട്ട് അവരാണ് പിന്നെ സംസാരിക്കേണ്ടത്. അങ്ങനെ ടാസ്കുകളായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നിഷാന മാമിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റംഷാദ് സാറ് സംസാരിച്ചു. റംഷാദ് സാറ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ റംഷാദ് സാറ് ഒരു ഷീ ക്രിയേറ്റേഴ്സിന്റെ ഒരു പിന്നെ ക്ലാസ് എല്ലാം നടത്തുന്നുണ്ട്. യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങളുള്ള ഒരു പിന്നെ ക്ലാസ് നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ പിന്നെ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ, അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളെല്ലാം ആ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇത്രയും പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നമുക്ക് മൊമെന്റോ സാർ തന്നെയാണ് മൊമെന്റോ തന്നിട്ടുണ്ടായിരുന്നത്. മൊമെന്റോ സ്വീകരിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു പിന്നെ യൂട്യൂബ് ഫാമിലി മെമ്പർ അവള് ചെയ്യുന്ന വർക്കാണ് കേട്ടത്. അവള് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണതാണ്. ഹലാൽ ഹെന്ന എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഹെന്ന വർക്കാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അവള് വന്ന ആളുകൾക്കെല്ലാം കൊടുത്തു. പിന്നെ അപ്പൊ വേണ്ടവർ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അവര് കൊറിയർ ചെയ്ത് തരും കേട്ടോ. അപ്പൊ നൈൽ കോണും പിന്നെ പിന്നെ കൈയിന്റെ ഉള്ളിലിടാനുള്ള അങ്ങനത്തെ ഒരു കോണാണ് ഇതിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് പൊളിച്ചിട്ടൊന്നുമില്ല. ഇത് പൊളിച്ചിട്ട് ഇത് പിന്നെ ഇടുന്ന വീഡിയോസും അതിന്റെ റിസൾട്ടും എല്ലാം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം പിന്നീട് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പൊ നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് അത്ര ടേസ്റ്റുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും പിന്നെ ഹിൽട്ടൺ കഫേയിൽ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രാവിലെ വന്ന ജ്യൂസും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉച്ചക്ക് കിട്ടിയ ഇതും ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും മേലേക്ക് കയറി. ഇനി മഞ്ചേരി ഭാഗത്ത് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹിൽട്ടൺ കഫേയിൽ, ഹിൽട്ടൺ കേക്ക് ആൻഡ് കഫേയിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ. ഇവിടെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവര് കേക്ക് അത് പറയാൻ പറ്റാത്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി കേക്കുകളാണ്. നല്ല ഡെക്കറേഷൻ ആയിരുന്നു ഇവിടുത്തെ കേക്കിനെല്ലാം ഉണ്ടായിരുന്നുള്ളത്. പിന്നെ വെറൈറ്റി കേക്കുകൾ ഞാൻ കണ്ടു. പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ള കേക്കും പിന്നെ ആ ഒരു സമയമായപ്പോ അവര് മുകളിലേക്ക് എത്തിച്ചു. പിന്നെ നമ്മളെ ഷീ ക്രിയേറ്റേഴ്സ് എന്നുള്ള പേര് തന്നെയാണ് കേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് അവരെ ഹിൽട്ടൺ എന്ന് പേരുള്ള ഒരു ചെറിയൊരു ഇത് പിന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കാണില്ലേ. പിന്നെ അപ്പൊ അവരെ ഒരു പിന്നെ ഹിൽട്ടൺ മാത്രം ഒന്ന് പേരെഴുതിയിട്ട് ഒരു ചോക്ലേറ്റിന്റെ ഒരു കേക്കിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കേക്ക് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് 2-3 പേര് ഒരുമിച്ച് കൂടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ എത്തിക്കണ്ടേ. അപ്പം ഒക്കെ എല്ലാവർക്കും ഒരുപോലെ വ്യത്യസ്തമല്ലാത്ത രീതിയിൽ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടി. അപ്പൊ ഇത് ഞങ്ങളെ പിന്നെ ക്രിസ്മസ് പ്രോഗ്രാം മാത്രമല്ല, ന്യൂ ഇയർ പാർട്ടിയും കൂടിയാണ്. പിന്നെ അപ്പൊ ഇങ്ങനെ വന്ന് ആഘോഷിക്കാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ്. ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്നാലും ഇവരെല്ലാം പിന്നെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്. അവരൊക്കെ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പിന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടാൻ വന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുമല്ല, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇടയ്ക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. എപ്പോഴും വീട്ടിലിരുന്നിട്ട് എന്താ ഒരു കാര്യമുള്ളത്. പിന്നെ ചില ഇപ്പൊ ഇങ്ങനെ പല കമന്റുകളും വരുന്നുണ്ട്, ഇങ്ങനെ സ്ത്രീകൾ പുറത്തിറങ്ങണേനും ഇതിനൊക്കെ കുറിച്ച് പിന്നെ അങ്ങനെ പല ഇതുകളുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന എന്നും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. നമുക്ക് ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങാൻ തന്നെ വേണം. നമ്മളെ സന്തോഷം ഇതൊക്കെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ
നമ്മൾ പുറത്തിറങ്ങാൻ തന്നെ വേണം. അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്നിട്ട് നമുക്കൊരു സന്തോഷം കിട്ടാനുള്ള ഇങ്ങനെ പിന്നെ നമ്മളെ പിന്നെ വീട്ടിലുള്ള ആണുങ്ങൾ അവരവരെ ഫ്രണ്ട്സും ഒക്കെ ഒരുമിച്ച് പുറത്ത് പോയി നല്ല സന്തോഷത്തിൽ നല്ല ഹാപ്പിയിൽ കഴിയുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ നമുക്കും വേണ്ട ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലാതെ നമ്മൾ പിന്നെ എന്താ പറയുക മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പിന്നെ ഫ്രണ്ട്സ് ഒത്തുചേർന്ന് നമ്മളെ സന്തോഷങ്ങളും നമ്മളെ സങ്കടങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കാനൊക്കെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവണം, നല്ലതാണ്. അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്കൊക്കെ കഴിക്കാൻ. പിന്നെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഞങ്ങളൊരു DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പിന്നെ DJ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞത്. ഒരു 4:30 രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 4:30 വരെ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം. അപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം. ഇനിയും ഇതുപോലത്തുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോസിൽ എല്ലാവർക്കും കാണാം. മറ്റൊരു വീഡിയോസിൽ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.